സന്നദ്ധ സേവന മേഖലയിൽ ഇന്നലെ സാന്നിധ്യമായി നിൽക്കുന്ന ടീമാണ് ടീം റെസ്ക്യൂ ഫോഴ്സ്. കഴിഞ്ഞ ദിവസം മുതൽ മുനിസിപ്പാലിറ്റി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മീനച്ചിലാറിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ടീം റെസ്ക്യൂ ഫോഴ്സിനെയും അതുപോലുള്ള നന്മക്കൂട്ടവും ടീം എമർജൻസിയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ മീനച്ചിലാറ് പുനരുദ്ധാരണം അഥവാ ക്ലീനിങ് നല്ല രീതിയിൽ നടത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മീനച്ചിലാറിൽ ടീം റെസ്ക്യൂ ഫോഴ്സിൻ്റെയും നന്മക്കൂട്ടത്തിൻ്റെയും വാക്കേഴ്സ് ക്ലബിന് നേതൃത്വത്തിൽ ക്ലീനിങ് നടത്തുകയുണ്ടായി. അതിൽ ഭാഗികമായി അന്ന് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കണ്ടെടുത്തോളം ഇവിടുത്തെ ബിൽഡിങ്ങുകളിൽ തൊഴിലാളികൾ അഥവാ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് മാലിന്യങ്ങൾ അവർ യാതൊരു ദാക്ഷിണ്യമില്ലാതെ മീനച്ചിലാറിലേക്ക് വലിച്ചെറിയുകയാണ്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അതാത് ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് നോക്കിയാൽ മാത്രമേ അതൊരു പരിധിവരെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഇവർ കണ്ണും പൂട്ടി അവരുടെ തൊഴിലാളികളെ അവർ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി മാത്രം അവർ ഈ ബിൽഡിങ് ഉപയോഗിക്കുന്നുള്ളൂ. യാതൊരുവിധ മാലിന്യ സംസ്കരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് മുഴുവൻ മീനച്ചിലാറിലേക്കാണ് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ അതുപോലെ മീനച്ചിലാറിനെ പുനരുദ്ധാരണത്തിലൂടെ വീണ്ടെടുക്കാനുമാണ് നമ്മൾ ടീം റെസ്ക്യൂ ഫോഴ്സും നന്മക്കൂട്ടവും അതുപോലെ വാക്കേഴ്സ് ക്ലബും എമർജൻസിയും മുഴുവൻ നാട്ടുകാരും കൗൺസിലർമാരും എല്ലാം ഉൾപ്പെടെ നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. വരുന്ന ആഴ്ചകളിലും കൂടി ഇത് മൊത്തത്തിൽ നമ്മൾ നവീകരിച്ചുകൊണ്ട് ഇതിൻ്റെ സൈഡിലുള്ള മുഴുവൻ കാടുകളും വെട്ടിത്തെളിച്ച് നല്ല രീതിയിൽ ഈ മീനച്ചിലാറിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഇതിന് നാട്ടുകാരുടെ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ടീം റെസ്ക്യൂ ഫോഴ്സിന് സംസാരിക്കാനുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ ഏത് പ്രവർത്തനങ്ങൾക്കും ടീം റെസ്ക്യൂ ഫോഴ്സിൻ്റെ മുഴുവൻ അംഗങ്ങളും ഭാഗവാക്കാവുന്നതാണ്.